ഹലോ. ഇന്ന് സമ്മറായിട്ട് ഇവിടെ ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് കേട്ടിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഓടി വന്നതാണ് കേട്ടോ. ഇവിടെ ചർച്ചിൻ്റെ ബാക്ക് യാർഡിലുള്ള ഒരു പൗരാണികമായൊരു ബിൽഡിംഗ് ഉണ്ട്. അവിടെയാണ് ഫെസ്റ്റ് എന്ന് കേട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട്. 7:30 വരെ ഉണ്ട് സമ്മർ ടൈമിലെന്നൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. ഇതിന് മുമ്പ് ഞാൻ പള്ളിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ മാതാവിൻ്റെ ഒരു ചാപ്പലൊക്കെ പോലെ തന്നെ സൈഡിലായിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ ഈ വഴി നടക്കാനൊക്കെ. അപ്പോൾ ഫെസ്റ്റിൻ്റെ ഇതായിട്ടാണ് ഈ ഡെക്കറേഷനൊക്കെ നിങ്ങൾ കാണുന്നത്. ഇവിടെ എന്തോ അവരൊരു ആർട്ട് വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അറ്റ് എ ഗ്ലാൻസ് എനിക്കിത് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായതൊന്നുമില്ല, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. പിന്നീട് ഞങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് പോയി. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ആകെ നല്ല വെയിലും ചൂടും ഒക്കെയാണ്. ഇപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം 5 മണി ആ സമയമായിട്ടുണ്ടാകും. എന്നിട്ടാണ് ഈ കാണുന്ന വെയിൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബിൽഡിങ്ങിനകത്തേക്ക് കയറാനായിട്ട് വന്നു. അങ്ങനെ കുറേ ആളുകളുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് അവരന്ന് നേരത്തെ ക്ലോസ് ചെയ്തു. 3 മണിക്ക് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ ശശികളായിപ്പോയി. പിന്നെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പിന്നെ വീണ്ടും അപ്പോൾ വിചാരിച്ചു ഒന്ന് നടന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. പള്ളിയുടെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർക്ക് അതൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നിവിടെ പള്ളിയിൽ മ്യൂസിക് ഫെസ്റ്റൊക്കെ ഉണ്ട്, കൺസേർട്ടൊക്കെ ഉള്ള ഡേ ആണ്. അത് ലേറ്റ് ആകും. അപ്പോൾ അത്രയും നേരം നിൽക്കുമ്പോഴത്തേക്കും താമസിക്കുമല്ലോ എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് സ്ട്രീറ്റിലൂടെ ഒന്ന് നടന്നിട്ട് ഒന്ന് ഫ്രഷായിട്ട് തിരിച്ച് പോകാമെന്ന് കരുതി. അങ്ങനെ അപ്പോൾ കണ്ടോ, പള്ളിയുടെ എൻട്രൻസിൽ കുറേ ഡെക്കറേഷനൊക്കെ ഉണ്ട്. ഇന്ന് ഇവിടെ ഒരു വെഡ്ഡിങ് ഉണ്ടായിരുന്നു രാവിലെ, അങ്ങനെ അതിൻ്റെതാണ് ഇതൊക്കെ. പിന്നെ ഞങ്ങൾ സ്ട്രീറ്റിലേക്ക് എത്തി. സ്ട്രീറ്റിൽ ടൂറിസ്റ്റേഴ്സാണ് മോസ്റ്റ് ഉള്ളത്, അവരുടെ ഒരു തിരക്കാണ് മൊത്തം. അങ്ങനെ ഞങ്ങളും ഓരോരം ചേർന്ന് നടന്നു. പല നാഷണാലിറ്റിക്കാരെ ഈ സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഡിങ്കിൾ ആർട്ട് വർക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പെയിൻറ്റിങ്സ് ഒക്കെ കിട്ടുന്നൊരു കടയാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടമുള്ള കടകളിൽ ഒന്നാണ്. ഇടയ്ക്ക് ഞാൻ വെറുതെ ഇവിടെ ഒന്ന് നോക്കി പോകും. വാങ്ങാനൊന്നും നിൽക്കാറില്ല, നല്ല കോസ്റ്റ്ലിയാണ്. പക്ഷേ ഇങ്ങനെ കണ്ടു നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. നല്ല നല്ല പടങ്ങളൊക്കെ ഇവിടെ കാണും. പിന്നെ അവിടെ നിന്ന് ഞങ്ങളിവിടെ ഒരു ബൊട്ടീക്കിലേക്ക് വരികയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ ബൊട്ടീക്ക് പോലൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെയും. അപ്പം ഒരു ടിപ്പിക്കൽ ഐറിഷ് ബൊട്ടീക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഡ്രസ്സിൻ്റെയൊക്കെ നല്ല കളക്ഷൻസ് ആണുള്ളത്. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ല വെറൈറ്റി കളക്ഷൻസ് നമുക്ക് കിട്ടും. നമ്മുടെ നാട്ടിലെ ബൊട്ടീക്സിൻ്റെ ഒക്കെ പോലെ തന്നെ ഒരു ഇതാണ്. പിന്നെ ഇവിടെ കണ്ടോ, ഇത് ഇവിടുത്തെ ഈ ടിപ്പിക്കൽ ഐറിഷ് ഫുഡ് പ്ലേറ്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു കടയാണ്. സെറാമിക് ഡിഷസ് ഒക്കെ കിട്ടും. പിന്നെ ഇത് ഇവിടുത്തെ ഒരു ഈ ഫാൻസി സ്റ്റോർ പോലത്തെ ഒരു കടയാണ്. ഞാനിവിടെ നിന്ന് ബാഗൊക്കെ വാങ്ങിയിട്ടുണ്ട്. നല്ല ബാഗുകളാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഐറ്റംസ് കിട്ടും. ടൂറിസ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള കടയായതുകൊണ്ട് തന്നെ വൈഡ് വെറൈറ്റി നമ്മുടെ ഇന്ത്യൻ ഡിസൈനിലടക്കമുള്ള ഡ്രസ്സസ്, അതുപോലെ അമേരിക്കൻ സ്റ്റൈൽസൊക്കെ നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഇതിൻ്റെ കട കണ്ടല്ലേ, ഓപ്പൺ എയർ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ ആണെങ്കിൽ ഇത്രയും സൗകര്യം, ഇതിലേറെ സൗകര്യങ്ങളുണ്ടായിട്ടും ഇത്രയും ക്രിയേറ്റിവിറ്റി ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഉള്ള സ്പേസ് തന്നെ അവർ നല്ല ആർട്ടിസ്റ്റിക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഡ്രസ് കളക്ഷൻ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്, സൂപ്പറാണ്. നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ടൂറിസ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ട് അല്ലാതെ തന്നെ തൊപ്പി, ബാഗ്, പെയിൻറ്റിങ്സ്, അങ്ങനെ കുറേ നമുക്ക് കാണാൻ പറ്റും. കിഡ്സിനെ ഫോക്കസ് ചെയ്തിട്ട് കിഡ്സിന് വേണ്ടിയിട്ടുള്ള കുറേ ബുക്സ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് കേട്ടോ. ഗ്ലാസസ് ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ മെയിൻ അട്രാക്ഷൻ ഈ ഓർണമെൻറ്റ്സ് ആണ്. ഇത് തന്നെ ഇപ്പം ഇതൊരു ഡിങ്കിൾ സീഷോർ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന ഈ മുത്ത്, ചിപ്പി, പവിഴം കൊണ്ടുള്ള കുറേ ഓർണമെൻറ്റ്സ്, പിന്നെ ഈവൻ 18 ക്യാരറ്റ് റേഞ്ച് വരുന്ന 18 ക്യാരറ്റ് 14 ക്യാരറ്റിൻ്റെയൊക്കെ ഗോൾഡ് ഓർണമെൻറ്റ്സും നമുക്ക് ഈ ഷോപ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് ഒരു ചെയിനും ഒരു ബാഗും ഒക്കെ ഷോപ്പ് ചെയ്തു കേട്ടോ. പിന്നെ ഇങ്ങനെ കണ്ടു നടക്കാൻ നല്ല രസമാണ്. കുറേ ടൈപ്പ് റിങ്സും പിന്നെ കുറേ കപ്പ്, അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. ഗിഫ്റ്റായിട്ടൊക്കെ നാട്ടിലൊക്കെ പോകുമ്പോൾ വാങ്ങിക്കൊണ്ടുപോകാൻ കുറേ കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരികെ പോയി.